ഇന്ന് കർക്കിടകം 1 രാമായണ മാസാരംഭം. മനസ്സിൽ ശ്രീരാമഭക്തി നിറയ്ക്കായി ഒരു കൊച്ചു കഥ കേൾക്കാം. അണ്ണാരക്കണ്ണനും തന്നാലായത്. രാമായണ കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. അതിൽ നിന്നുമാണ് ഈ ചൊല്ല് ഉണ്ടായത്. രാവണൻ അപഹരിച്ചു കൊണ്ടുപോയ സീതാദേവി ലങ്കയിലുണ്ടെന്ന വിവരം ശ്രീരാമൻ അറിഞ്ഞതും ശ്രീരാമനും വാനരപ്പടയും ലങ്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ലങ്കയിലെത്തണമെങ്കിൽ സമുദ്രം കടക്കണം. അവർ സമുദ്രത്തിലൂടെ ഒരു പാലം പണിയാൻ തീരുമാനിച്ചു. വിശ്വകർമാവിന്റെ പുത്രനായ നളനായിരുന്നു പാലം പണിയുടെ മേൽനോട്ടം. വാനരപ്പടകളെല്ലാം പാലം പണിയിൽ മുഴുകിയിരുന്നു. അപ്പോഴാണ് ശ്രീരാമൻ ഒരു കാഴ്ച കണ്ടത്. ഒരു കുഞ്ഞ് അണ്ണാരക്കണ്ണൻ സമുദ്രത്തിലെ വെള്ളത്തിൽ വീഴുകയും അതിനുശേഷം മണ്ണിൽ ഉരുളുകയും പിന്നീട് തൻ്റെ ദേഹത്തുള്ള മണ്ണ് ചിറകെട്ടുന്നതിനടുത്ത് കുടഞ്ഞിടുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതേ പ്രവൃത്തി കൂടുതൽ സമയം ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഇത് കണ്ട ശ്രീരാമൻ അത്ഭുതപ്പെട്ടുപോയി. സ്നേഹത്തോടെ അണ്ണാരക്കണ്ണനെ എടുക്കുകയും തൻ്റെ 3 വിരലുകൾ കൊണ്ട് ശ്രീരാമൻ അണ്ണാരക്കണ്ണനെ തലോടുകയും ചെയ്തു. ശ്രീരാമൻ തലോടിയ ആ 3 വിരലുകളാണ് അണ്ണാരക്കണ്ണൻ്റെ മുതുകിലെ 3 വരകൾ. ഇതിൽ നിന്ന് നമുക്ക് എന്ത് പഠിക്കാം കൂട്ടുകാരെ? അലസത കൂടാതെ ഏത് കാര്യമായാലും ചെയ്യാം, അത് എത്ര ചെറുതായാലും.